ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാകുന്ന മാനസികാവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ അത് അസൂയയാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും എന്നത് വാസ്തവമാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യജമാനൻ ജോലിക്കാരനോട് പറയുന്നു, ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? നാം മറികടക്കേണ്ട ഒരു മാനസിക അവസ്ഥയാണ് അസൂയ എന്ന സത്യം ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പ്രശാന്തമായ മനസ്സ് ജീവൻ പകരുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ക്രോധം ക്രൂരമാണ്, അസൂയയെ മറികടക്കുവാൻ ആർക്ക് സാധിക്കും? ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മനസ്സമാധാനം തന്നെ നമ്മെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പാവാവസ്ഥയാണ് അസൂയ എന്ന സത്യമാണ്. എന്തുകൊണ്ട് അസൂയ പാപകരമാകുന്നു എന്ന് ചോദിച്ചാൽ, നാം സാധാരണയായി അസൂയപ്പെടുന്നത് ഒരുവന്റെ ദുഃഖത്തിലല്ല, മറിച്ച് അവന്റെ സന്തോഷത്തിലാണ്. നാം അസൂയപ്പെടുന്നത് ഒരുവന്റെ മറിച്ച് അവന്റെ ഉയർച്ചയിലാണ്. നാം അസൂയപ്പെടുന്നത് ഒരുവനെ ഉയർത്തുവാനല്ല, മറിച്ച് അവനെ ഇല്ലാതാക്കുവാനാണ്. അതുകൊണ്ടാണ് അസൂയ പാപകരമായി തീരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 3:16 യാക്കോബ് ശ്ലീഹ പറയുന്നു, എവിടെ അസൂയയും സ്വാർത്ഥതയുമുണ്ടോ അവിടെ ക്രമക്കേടും ദുഷ്കർമ്മങ്ങളുമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കായേൻ ആബേലിനെ വധിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, മറിച്ച് അവൻ്റെ അസൂയ കൊണ്ട് മാത്രമാണ്. സാവൂൾ ദാവീദിനെ കൊല്ലുവാൻ പരിശ്രമിക്കുന്നത് ദാവീദിനോടുള്ള അവൻ്റെ അസൂയ നിമിത്തം മാത്രമാണ്. സഹോദരന്മാർ ജോസഫിനെ പൊട്ടക്കിണറ്റിലെറിയുന്നത് അവൻ്റെ അസൂയ കൊണ്ട് മാത്രമാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവരുടെ അസൂയ നിമിത്തമാണ് യേശുവിനെ അവർ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് പീലാത്തോസ് മനസ്സിലാക്കി. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അസൂയ എന്ന പാപം നമ്മെ മാത്രമല്ല മറ്റുള്ളവരെയും ഇല്ലാതാക്കുമെന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അസൂയ എന്ന പാപത്തെ, ആ മാനസികാവസ്ഥയെ നാം മറികടക്കേണ്ട ആവശ്യകതയെന്നും നാം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ കായനോട് ദൈവം പറയുന്നത്, നന്മ ചെയ്തില്ലെങ്കിൽ പാപം നിന്റെ പടിവാതിക്കൽ പതിയിരിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം. അതുപോലെ അസൂയ എന്ന പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മെ ഒരുപാട് പാപാവസ്ഥകളിലേക്ക് തള്ളിവിടുമെന്നൊരു ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആയതിനാൽ പ്രിയ സഹോദരരെ, അസൂയ എന്നതുകൊണ്ട് നമ്മെ മാത്രമല്ല, മറിച്ച് നാം മറ്റുള്ളവരെയും ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ അസൂയയെ മറികടന്ന് നന്മയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഗലേഷ്യൻസ് 5:19 പൗലോസ് ശ്ലീഹ പറയുന്നു, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം, മാത്സര്യം, കോപം, അസൂയ എന്നിവയാണ്. ആയതിനാൽ ജഡത്തിൻ്റെ ഹിതമനുസരിച്ച് വ്യാപരിക്കാതെ ആത്മീയമായി ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അതിനായി അസൂയ ഉപേക്ഷിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.